സി തോമസ്, നമ്മുടെ നാട്ടിൽ ധാരാളം ബമ്പറുകളുണ്ട്. ഓണം ബമ്പറുണ്ട്, പൂജാ ബമ്പറുണ്ട്, ക്രിസ്മസ് ബമ്പറുണ്ട്. ഇതിപ്പോ ജനങ്ങൾക്ക് ഇലക്ഷൻ ബമ്പർ അടിച്ചതാണ്. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നടത്താനുള്ള അവകാശം നിർബന്ധമായും നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത ആശയധാരകൾ, ചിന്താഗതികൾ വെച്ച് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും മറ്റ് സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകർക്കും ഒക്കെയുണ്ട്. പക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പരിശോധിച്ചിട്ടുള്ള കഴിഞ്ഞൊരു പതിറ്റാണ്ട് കാലയളവിലെ ജീവിതാനുഭവങ്ങളുള്ള മലയാളിയുടെ മുമ്പിൽ അതൊരു ഇലക്ഷൻ ബമ്പർ ആണോ എന്ന് ചോദിച്ചാൽ അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണമല്ല വാക്ക് പ്രവൃത്തിയായി മാറിയ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ തുടർച്ച എന്നായിരിക്കും യുക്തിസഹമായി ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുന്ന ആളുകൾ വിലയിരുത്താൻ, അവർ പ്രതികരണം നടത്താൻ സാധ്യത. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ ഇപ്പോൾ അങ്ങ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറഞ്ഞു, മുന്നണിയിലെ തർക്കങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ബംഗാളിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഇത് ടെലിഗ്രാഫാണ്. CM എന്ന രണ്ടക്ഷരങ്ങളുടെ എക്സ്റ്റൻഡഡ് വെർഷൻ അത് കേരളത്തിന്റെ അനുഭവങ്ങളിൽ ചീഫ് മിനിസ്റ്റർ അല്ല, മറിച്ച് അത് ക്രൈസിസ് മാനേജറാണ് എന്ന് ദ ടെലിഗ്രാഫ് എഴുതിയത് ഞാനിപ്പോൾ സന്ദർഭവശാൽ ഓർമ്മിക്കുകയാണ്. കാരണം എന്താണ്? നമ്മളുടെ മുമ്പിൽ അനുദിന സാധാരണമായ മഹാപ്രതിസന്ധികളെ നേരിടേണ്ട വന്ന കേരളമായിരുന്നു ഉണ്ടായിരുന്നത്. ശത്രു രാഷ്ട്രത്തോടെന്നതുപോലെ സാമ്പത്തിക യുദ്ധം കേരളത്തിന് നേർക്ക് യൂണിയൻ ഗവൺമെന്റ് അതിന്റെ രാഷ്ട്രീയ രൂപമായ RSS നയിച്ചു. വയനാട് ഉൾപ്പെടെയുള്ള ദ എവർ ലാർജസ്റ്റ് ഡെബ്രിസ് ഫ്ലോ എന്നാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വയനാടിനെ സംബന്ധിച്ചുള്ള നിർവചനം. കേരളത്തിന്റെ ഇന്നയോളമുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിടേണ്ട വന്നപ്പോൾ അതിൽ പോലും അന്ധമായ രാഷ്ട്രീയ പകപോക്കൽ കേരളത്തോട് മലയാളികളോട് കാണിച്ച അനുഭവങ്ങൾ, ഈ പ്രതിസന്ധികൾ പ്രയാസങ്ങളുടെ നടുവിൽ നിന്നിരുന്ന കേരളമായിരുന്നു ഉണ്ടായിരുന്നത്. ആങ്കർ നിർബന്ധമായും ഓർമ്മിക്കുന്നുണ്ടാകും, ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ പ്രതിസന്ധി ഉണ്ടായത് ശ്രീലങ്കയിലെങ്കിലും കേരളത്തിലെ സവിശേഷ താല്പര്യമുള്ള ചില വാർത്താ മാധ്യമങ്ങൾ അന്ന് വാർത്ത എഴുതിയത് ശ്രീലങ്ക മുടിഞ്ഞ് കുത്തുവാളയെടുത്തതുപോലെ കേരളം തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്നുള്ളതാണ്. ബഹുമാനിയനായ നമ്മുടെ സഹപാനലിസ്റ്റ് ആദരണീയനായ ശ്രീ G. ഗോപകുമാർ അദ്ദേഹം മുമ്പ് സംസാരിച്ചു സാമ്പത്തിക അവസ്ഥകളെയൊക്കെ സംബന്ധിച്ച്. അദ്ദേഹത്തിന്റെയും ഓർമ്മയിൽ നിർബന്ധമായും ഉണ്ടാകും ട്രഷറി പൂട്ടാൻ പോകുന്നുവെന്നും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാൻ പോകുന്നുവെന്നും 5 മാസത്തോളം സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയായി എന്നുള്ളതും റേഷൻ കടയും സപ്ലൈകോയും മാവേലി സ്റ്റോറുകളും ഒഴിഞ്ഞ റാക്കുകളുമായി നിൽക്കുന്നു എന്നുള്ളതും KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലാതെ കേരളം തകർന്ന് തരിപ്പണമാകുന്നു എന്നുള്ളതും കേരളത്തിൽ 2023 ഓണക്കാലയളവിലെ പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു. ആ കേരളം ഇന്നിപ്പോൾ എവിടെ എത്തി? C&AG റിപ്പോർട്ട് അല്പ ദിവസങ്ങൾക്ക് പുറകിൽ പുറത്തു വന്നത് അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാകും. അപകടപൂർണമായ കടക്കടിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 13 പട്ടികയിൽ കേരളമില്ല. മാത്രവുമല്ല ധനദണ്ഡീകരണത്തിന്റെ അനുഭവങ്ങളിലേക്ക് കേരളം പോകുന്നു. ഇതല്ലേ C&AG റിപ്പോർട്ടിനെ ചൂണ്ടിക്കാട്ടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മാത്രവുമല്ല ഇപ്പോൾ കേരളത്തിൽ ചെലവഴിക്കപ്പെടുന്ന 100 രൂപയിൽ 19 രൂപ മാത്രമാണ് യൂണിയൻ ഗവൺമെന്റിന്റെ സംഭാവന. 81 രൂപയും സ്വന്തമായി തനത് വരുമാനത്തിലൂടെ കണ്ടെത്തുന്ന കേരളമാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പ്രകാരം. എങ്ങനെയാണ്? സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ മുതൽ അംഗനവാടി ജീവനക്കാർ വരെ, അംഗനവാടി ജീവനക്കാർ മുതൽ സാക്ഷരതാ പ്രേരകമാരും ആശാ വർക്കർമാരും വരെ, സർവകലാശാലകളിലും ഗവൺമെന്റ് കോളേജുകളിലും ജോലിയെടുക്കുന്ന ഗസ്റ്റ് ലെക്ചർമാരും മുതൽ നമ്മുടെ നാട്ടിൽ പ്രീ പ്രൈമറി അധ്യാപകരും അതോടൊപ്പം തന്നെ ആയമാരും, സർക്കാർ ജീവനക്കാരുടെ DADR കുടിശ്ശിക മുതൽ അവരുടെ ശമ്പള പരിഷ്കരണത്തിലെ 3ഉം 4ഉം ഗഡുക്കൾ വരെ എല്ലാം കൊടുത്തു പൂർത്തീകരിക്കാൻ കേരളം തീരുമാനിക്കുന്നു. ലെപ്രസി ബാധിച്ചവർ, ക്ഷയരോഗബാധിതർ, ക്യാൻസർ രോഗബാധിതർ, ഇങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ഒരു വേർതിരിവുകളും ഇല്ലാതെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലെയും ജനങ്ങൾക്ക് ഒരേപോലെ പ്രതീക്ഷാ നിർഭരമായ ആശ്വാസ നടപടികൾ കൈക്കൊള്ളുന്ന ഒരു പ്രഖ്യാപനങ്ങൾക്കാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. അങ്ങ് ആങ്കർ എന്ന നിലയിൽ അങ്ങ് ഫ്രീ ബീസിനെ സംബന്ധിച്ചും അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ വേണ്ടി തീരുമാനിച്ച ചില ഇന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും സൂചിപ്പിച്ചു. മധ്യപ്രദേശ് മുതൽ മഹാരാഷ്ട്ര വരെയുള്ള 100 അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അങ്ങ് പരിശോധിച്ചു നോക്കുക, ആ പ്രഖ്യാപനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന്റെ 1 മാസം മുമ്പ് തുടങ്ങി മറ്റൊരു മാസത്തിൽ അവസാനിച്ചു പോയിരിക്കുന്നു. അത് മധ്യപ്രദേശിലെ വനിതകൾക്കുള്ള പെൻഷൻ സ്കീംസ് പരിശോധിക്കുക, മഹാരാഷ്ട്രയിൽ വനിതകൾക്ക് വേണ്ടി ഉയർത്തിയിരുന്ന പ്രത്യേക പദ്ധതി പരിശോധിക്കുക. എന്തിനധികം ഈ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവർ വാഗ്ദാനം ചെയ്തതും ഇപ്പോൾ നിന്നുപോയതുമായ എത്ര പദ്ധതികൾ, എത്ര ഇത്തരത്തിലുള്ള ആശ്വാസ പദ്ധതികളും സ്കീമുകളും ഉണ്ട്. അതൊക്കെ നിന്ന് കിടക്കുകയാണ്. അതിൽ കേരളത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? അതിൽ കേരളത്തിന്റെ ട്രാക്ക് റെക്കോർഡ് വാഗ്ദാനം ചെയ്തതെന്തോ അത് അച്ചടിച്ച് പ്രോഗ്രസ് റിപ്പോർട്ടാക്കി ആത്മാഭിമാനത്തോടുകൂടെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തതെന്ത്, ഞങ്ങൾ പൂർത്തീകരിച്ചതെന്ത്, ഞങ്ങൾ പെൻഷനെ കുറിച്ച് പറഞ്ഞതെന്ത്, ഞങ്ങൾ കൊടുത്തു തീർത്തതെന്ത്. ആ കാര്യത്തിൽ കേരളത്തിന് തന്നെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമല്ലേ? 2016 ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായ ചിത്രം എന്താണ്? അന്ന് ഈ പെൻഷന്റെ തുക 500-600 ആക്കി വർദ്ധിപ്പിച്ച 100 രൂപ വർധനവിന്റെ UDF ഗവൺമെന്റിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. കിട്ടാതെ 1.5 വർഷക്കാലത്തോളം കേരളത്തിലെ ജനങ്ങൾ കുടിശ്ശികയായി തിരുവഴിയിൽ കിടന്നില്ലേ? ആ അനുഭവങ്ങളാണോ ഈ സർക്കാരിന്റെ കാലയളവിൽ ഉണ്ടായിരുന്നത്? അതുകൊണ്ട് പറഞ്ഞാൽ അത് കൊടുക്കും എന്നുള്ളതാണ് CPM-ന്റെ വാദം.